ചാത്തമംഗലം പഞ്ചായത്തിൽ NIT-യെക്കുറിച്ച് നമുക്കറിയാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ ഒരു മെഗാ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മെഗാ ഹോസ്റ്റലിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നു. അത് ആ തദ്ദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അറിയുന്നത്. എൻ്റെ പഞ്ചായത്താണ്, എൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അന്വേഷിക്കാം. ചേതൻ സാജൻ ഒരിക്കൽ കൂടി ചേരുന്നു. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ, ഒരിക്കൽ കൂടി. എന്താണ് എൻ്റെ നാട്ടിൽ സംഭവിക്കുന്നത്? കട്ടാങ്ങൽ നിവാസികൾക്ക് ആകെ പ്രശ്നത്തിലാണെന്നാണോ പറയുന്നത്? തീർച്ചയായും മിനിഷ, വലിയൊരു ദുരിതമാണ് ചാത്തമംഗലം പഞ്ചായത്ത് ഇപ്പോൾ നേരിടുന്നത്. ഈ കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഈ NIT-യിലെ ഹോസ്റ്റലിൽ നിന്ന് മലിനജലം സമീപത്തുള്ള തോടിലേക്ക് ഒഴുക്കിവിടുന്നതായിട്ടുള്ള പരാതി കുറച്ചു കാലം മുമ്പേ വ്യാപകമായി ഉണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം പരാതി ഉയർന്നപ്പോൾ വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭമൊക്കെ ഉയർന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് പ്രതിനിധികളൊക്കെ ഇടപെട്ട് പരിഹാരം കണ്ടിരുന്നു. ഈ മലിനജലം ഒഴുക്കിവിടുന്നത് നിർത്തിപ്പിച്ചിരുന്നു. പക്ഷേ വീണ്ടും മഴയുടെ ചൂട് വെച്ച്, മഴക്കാലമായതാൽ മഴ പെയ്യുന്ന ാണ് പ്രധാനമായും ഈ NIT-യിലെ മെഗാ ഹോസ്റ്റൽ 2-ൽ നിന്ന് ഈ മലിനജലം സമീപത്തുള്ള തോടിലേക്ക് ഒഴുകി വീഴുന്നത്. നമുക്കറിയാം, വിനിഷകനെ അറിയാം, ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഇവിടെ. ഈ മലിനജലം സ്വാഭാവികമായും ഇതിലൂടെ ഒഴുകിപ്പോകുമ്പോൾ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് വമിക്കുന്നത്. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ഉള്ളത്. ഏതായാലും പഞ്ചായത്ത് വളരെ സക്രിയമായി ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളൊക്കെ ഈ പ്രദേശം ഇന്നലെ സന്ദർശിച്ചിരുന്നു. ഈ ഹോസ്റ്റൽ പരിസരവും അതുപോലെ തന്നെ ഈ മലിനജലം ഒഴുകിപ്പോകുന്ന തോടുമൊക്കെ സന്ദർശിച്ചിരുന്നു. 50,000 രൂപ പ്രാഥമികമായി ഇവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്കാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പോകുന്നത്. ഈ ഒരു തെറ്റ് അത് വാണിംഗ് കൊടുത്തു. വീണ്ടും അവർ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ്, ഈ ഹോസ്റ്റൽ അടച്ചിടാൻ തന്നെയാണ് ഈ കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിൻ്റെ തീരുമാനം. വിനിഷ, ശരി, ഓക്കെ. ഏതായാലും ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. പിഴ ഒടുക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 50,000 രൂപയാണ് നിലവിൽ പിഴയിട്ടിട്ടുള്ളത്. അപ്പോൾ പിഴയൊടുക്കിയിട്ട് ഈ മലിനജലം പുറത്തേക്ക് തള്ളിവിടുന്നതൊക്കെ നിർത്തിവെച്ചില്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം. ചേതൻ സാജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.